എങ്ങനെയുള്ളൊരാളായിരിക്കാം, അവരുടെ എക്സ്പ്രഷനാണ്, അവരുടെ ബോഡിയാണ്, അവരുടെ എല്ലാം അവരുടേതാണ്. നമ്മളിങ്ങനെ പുറത്ത് നിന്നിട്ട് ജഡ്ജ്മെൻറ്റ് മാത്രമല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്കും അങ്ങനത്തെ മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. കണ്ണൂരിൽ നിന്ന് വന്ന ഒരാളാണ് ഞാൻ. ചുരിദാറിന് ഷോള് വരെ കറക്റ്റാക്കി ഇട്ടിട്ട് കോളേജിൽ പോയിരുന്നു. 2 ഭാഗത്തും ഇടണം. അതെ. എന്നിട്ട് ഗിറ്റാർ മേടിച്ച് തൂക്കിയിട്ടൊക്കെ പോയ ഒരാളാണ്. അപ്പം ഞാനങ്ങനെ എന്നെ ആൾക്കാർ പറഞ്ഞു വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കേണ്ട ഒരു എന്താ പറയുക, ഓക്കെ ഇത് ഓക്കെ ആണ്, ഇങ്ങനെയൊക്കെ ആവാൻ പറ്റും എന്നുള്ളൊരു ഇൻസ്പിറേഷനായി മാറാന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട്. കാരണം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പെൺകുട്ടികളും ഈ സൊസൈറ്റിയിലുണ്ട്. അപ്പം അവർക്ക് വേണ്ടുന്ന പ്രചോദനമായി മാറാന്നുള്ളത് ആക്ച്വലി എൻ്റെ റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. അപ്പം നമ്മളുടെ ശരീരം എന്ന് പറയുന്നത് നമ്മളുടെ മാത്രമാണ്, നമ്മളുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമ്മളുടെ മാത്രമാണ്. ഭയങ്കര ഡിഫിക്കൽട്ടാണ് അങ്ങനെ ഈ ഒരു സൊസൈറ്റിയിൽ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ. ഭയങ്കര ഡിഫിക്കൽട്ടാണ്, അത് ഈസി അല്ല. പക്ഷേ ഈസി അല്ല, ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യവുമാണ്. അതെ, ഭാഗ്യമാണ്, വളരെ ഭയങ്കര ഭാഗ്യമാണ്. ആൻഡ് ഈസി റൂട്ട് ഞാൻ തേടാറില്ല. എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടില്ല, പക്ഷെ നല്ല അവിടെ വിജയമുള്ളൂ, സീനിക് ബ്യൂട്ടിയൊക്കെ ഉള്ള അടിപൊളിയായിട്ടുള്ള ലൈഫാണ് ഇഷ്ടം.